ജോലി ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു വെബ്സൈറ്റ് ഉണ്ടോ. ആ വെബ്സൈറ്റിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് മന്ത്ലി ഒരു നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. നമുക്കൊരു മന്ത്ലി സാലറി കിട്ടുന്ന പോലെ തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം മാത്രമേ ട്രൈ ചെയ്യാവുള്ളൂ. കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. മാക്സിമം വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ജോയിൻ ചെയ്യാം. ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. നമ്മുടെ ഫ്രീ ടൈമിൽ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെബ്സൈറ്റ് വന്നതെന്ന് പറഞ്ഞാൽ ട്യൂറ്റർ ചാമ്പസ് എന്നറിയപ്പെടുന്ന ഒരു വെബ്സൈറ്റാണ്. ഇത് വന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുക ആ സംഭവമല്ല, നമ്മൾ പഠിപ്പിക്കുകയല്ല വേണ്ടത്. അപ്പം നമുക്ക് റൈറ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എഴുതിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റാണ്. ഇതെന്ന് പറയുന്നത് അവരൊരു ക്വസ്റ്റ്യൻ നമുക്ക് തരും, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം, അതേ ഉള്ളൂ. ഇതിൽ കഠിനമായിട്ടുള്ള പ്രയത്നം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ തരുന്ന ക്വസ്റ്റ്യൻ വായിക്കുക. അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തതിന് ശേഷം കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. അതല്ല നിങ്ങൾക്ക് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് A4 സൈസിൽ എഴുതി ഫോട്ടോ സെൻഡ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൊടുക്കുന്ന ഡേറ്റാസ് നല്ല ക്ലിയർ ആയിരിക്കണം. വെട്ടും കുത്തൊന്നും വരാൻ പാടില്ല. എല്ലാം മാത്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കണം. മനസ്സിലായോ? അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പാടില്ല. അക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ വേണം നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങും എല്ലാം വരാനായിട്ട്. അപ്പം A4 സൈസിൽ എഴുതുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം പിന്നെ ഇത് നമ്മൾ സൈനപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്കിനും ഒരു ക്വസ്റ്റ്യൻ അവരൊരു ടെസ്റ്റ് ഇടും. ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റാണ്, അതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ അവരിടും. നമ്മളതെന്ത് ചെയ്യുക, ആൻസർ അവരുടെ ഇമെയിൽ ത്രൂ നമ്മളത് സെൻഡ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർ നമ്മളെ പിന്നീടുള്ള ജോബ്സ് നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടെസ്റ്റും മസ്റ്റായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് സൈനപ്പ് പ്രൊസീജിയറാണ്. സൈനപ്പ് എന്ന് പറയുന്നത് സിമ്പിളാണ്, ഒത്തിരി ഡിഫിക്കൽട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ മെയിൽ ID-യും അഡ്രസ്സ് കൊടുക്കണം, പിന്നെ സബ്ജക്റ്റ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ടെസ്റ്റ്. രണ്ടാമത് പറയുന്നത് ഗെറ്റ് എ ക്വസ്റ്റ്യൻ. കണ്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അയച്ചു തരും. അത് നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ സൈനപ്പ് ചെയ്യാനായിട്ട് ഇവിടെ സൈനിങ് കൊടുത്തതിൻ്റെ താഴെ സൈനപ്പ് ഉണ്ടല്ലേ, അത് കൊടുത്ത് നമ്മൾ സൈനപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞ് സൈനപ്പ് ചെയ്യുക. അവിടെ എൻ്റർ യുവർ നെയിം എൻ്റർ ചെയ്യുക, ഇമെയിൽ ID എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ക്വാളിഫിക്കേഷൻ ലെവൽ കൊടുക്കണം. പിന്നെ സബ്ജക്റ്റ് സെലക്ട്, നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് കൊടുക്കാം, നോ പ്രോബ്ലം. ഒത്തിരി സബ്ജക്റ്റ് ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, കുറേ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് കൊടുക്കുക. ഞാനിവിടെ ഇപ്പം ക്വാളിഫിക്കേഷൻ ലെവൽ സെലക്ട് ചെയ്യുന്നുണ്ട്. ഗ്രാജുവേറ്റാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കൊടുക്കുക. പിന്നെ സെലക്ട് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഈസി റൈറ്റിംഗ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഫിനാൻസ്, ബയോളജി, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് എല്ലാം ഉണ്ട്. ഞാൻ അക്കൗണ്ടൻസി ആണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഇമെയിൽ ID-യിലേക്ക് വരും നമ്മുടെ ക്വസ്റ്റ്യൻ. അത് നമ്മൾ മെയിൽ ID വെരിഫിക്കേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ മെയിൽ ID-യിലോട്ട് വരും. അത് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആ ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ ഗൂഗിളിൽ പോയി കോപ്പി ചെയ്യുക. എന്നിട്ട് ആൻസർ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്നെങ്കിൽ ഡിജിറ്റൽ ഫോമിൽ അയക്കാം, ഇല്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് A4 സൈസിൽ എഴുതി സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളിതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, സീ യു.